മനുഷ്യൻ വളരെ സൗകര്യപൂർവ്വം മെഷീനുകൾക്ക് വഴിമാറുന്ന കാലമാണ്. അപ്പോൾ പിന്നെ ഡിജിറ്റൽ ഈഗോ ഒരു പുതുമയല്ല. നാർസിസിസ് നോക്കിയത് ഒരു പുഴയിലായിരുന്നു. പക്ഷെ നിനക്കും എനിക്കും ഇന്ന് പുഴ വരെ പോകണ്ട. സദാ കയ്യിലിരിക്കുന്ന ഫോണിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഞാൻ എന്ന ഭാവം മതിവരുവോളം ആഘോഷിക്കാൻ. പക്ഷെ അവിടെ അഹം എന്ന ഭാവത്തിന് ഒരു നിറമല്ല, 1,900 നിറഭേദങ്ങളുണ്ട്. നിന്നിലേക്കും സോഷ്യൽ മീഡിയയിൽ നീയുണ്ടാക്കിയ പ്രതിബിംബത്തിലേക്കും മലനിരകളുടെ ദൂരമുണ്ടാകാം. അതിനിന്ന് പ്രസക്തിയില്ല. അഹം എന്ന ഭാവം ഇന്ന് നിന്റെ മാത്രമല്ല, നീ സൃഷ്ടിച്ചെടുത്ത് നിന്റേതെന്ന് തോന്നുന്ന ഒരു പ്രതിബിംബത്തിൻ്റേത് കൂടിയാണ്. ഈയിടെ മോഡലും ആക്ടറുമായ പൂനം പാണ്ഡെ സോഷ്യൽ മീഡിയയിൽ തന്നെ കൊന്ന് പിന്നീടങ്ങ് സ്വയം ഉയർത്തെഴുന്നേറ്റു. വളരെ കൺവീനിയന്റ് ആയ ഒരു റീസണിങ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ്, സെർവൈക്കൽ ക്യാൻസറിനെതിരെയുള്ള ബോധവൽക്കരണം. പക്ഷെ ഞാനും നീയും ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആർക്കാണ് നേട്ടം? ശരിതെറ്റുകളുടെ ഇടയിലുള്ള മലനിരകൾ ഇല്ലാതായപ്പോൾ ഗ്രേ ഏരിയയ്ക്ക് വിസ്തീർണം കൂടി. അതിൽ ക്ലിക്സിന്റെയും ലൈക്സിന്റെയും എണ്ണത്തിനാണ് പ്രസക്തി. അതിന്റെ നിറം അന്വേഷിക്കാൻ ഇന്നാർക്കും സമയവുമില്ല, താല്പര്യവുമില്ല. അല്ലെങ്കിലും ഈഗോയ്ക്ക് നിറമുണ്ടോ? നാർസിസിസിനെ എന്തെങ്കിലും കണ്ടുമുട്ടിയാൽ ഒന്ന് ചോദിക്കാമായിരുന്നു.